ഹായ് എവരി വൺ, വെൽക്കം ടു കുക്ക് ആൻഡ് ഈറ്റ് ഡിലൈറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേ ലീഫ് കൊണ്ടുള്ള ഒരു തോരനാണ്. കേല് വളരെയധികം പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു ലീഫാണ്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് കൂടുതലായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ തോരൻ ഉണ്ടാക്കുന്നതിന് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ഞാൻ 500 ഗ്രാം കേ ലീഫ് എടുത്തിട്ടുണ്ട്. ഇതരിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തണ്ടുകൾക്ക് വളരെയധികം കട്ടി കൂടുതലാണ്. അപ്പം അതിൻ്റെ തണ്ടുകളെല്ലാം മാറ്റിയതിന് ശേഷം ഇല മാത്രമായി മാറ്റിയെടുക്കാനായി ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് വളരെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനോടൊപ്പം ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, അതും വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 3-4 പച്ചമുളക്, അത് നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് 3-4 എടുക്കുക. അതും നമ്മൾക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും അതിനകത്തേക്ക് ഇട്ട് 1 മിനിറ്റിൽ താഴെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മളുടെ കേ ലീഫ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കുക. കേ ലീഫ് വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാനായിട്ട് പാടില്ല. അതോടൊപ്പം ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. ഇത് കൂടുതൽ വേവിച്ച് കളയരുത്. ഒരുപാട് വേവിച്ചാൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സ്വാദ് നഷ്ടപ്പെടും. ഇനി നമ്മുടെ ഈ കേ ലീഫ് അടുപ്പിലിരുന്ന് ഒരു പകുതി വേവായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട്. അല്പം ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർത്തതിന് ശേഷമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രഷ് കോക്കനട്ട് അല്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടി അടുപ്പിൽ വേവാനായിട്ട് വെക്കാം. ഇപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് കുക്ക് ആൻഡ് ഈറ്റ് ഡിലൈറ്റ്സ് ആൻഡ് സപ്പോർട്ട് മീ. നമ്മുടെ കേ ലീഫ് ഇനി നമുക്ക് വെന്തോന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒരിക്കൽ കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി എല്ലാം കൂടെ നമുക്ക് ഒരു സൈഡിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു 4-5 തുള്ളി വെളിച്ചെണ്ണ അതിനകത്തേക്ക് കാണിക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് കൂടി അടുപ്പിൽ വെച്ചതിന് ശേഷം ഇളക്കി നന്നായി യോജിപ്പിച്ച് അത് നിങ്ങൾക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഈ ഇല അധികം സുലഭമായി കിട്ടുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പം വളരെയധികം പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഈ കേ ലീഫിൻ്റെ തോരൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് കുക്ക് ആൻഡ് ഈറ്റ് ഡിലൈറ്റ്സ്. വി വിൽ സീ യു അഗെയിൻ വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ, ബൈ ബൈ.